കാസർഗോഡ് പെരിയയിലുള്ള ചെങ്ങറ പുനരധിവാസ കോളനി നിവാസികൾ സമരത്തിനൊരുങ്ങുകയാണ്. ചെങ്ങറ ഭൂസമര പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുവദിച്ച ഭൂമി 13 വർഷമായിട്ടും അളന്നു കൊടുത്തില്ല എന്നാണ് അവരുടെ പരാതി. അർഹതപ്പെട്ട ഭൂമി അളന്ന് 4 അതിരുകളിലും ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട്. പെരിയ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉടൻ സമരം തുടങ്ങുമെന്നാണ് സമരസമിതി പറയുന്നത്. അർജുൻ ഹേമ അവർക്കൊപ്പം ചേരുകയാണ്. അവരുടെ പരാതി എന്താണ് എന്ന് അധികൃതരിലേക്ക് കേൾപ്പിക്കാൻ നമ്മൾ പോവുകയാണ് ലോക്കൽ ഫോക്കസിലൂടെ. അർജുൻ ഹേമ, അർഹതപ്പെട്ടതാണ്, അളന്നു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെയും കൊടുക്കാത്തതിനെക്കുറിച്ച് അധികൃതർക്കൊന്നും പറയാനില്ല. കിട്ടാനുള്ളവർ നമ്മുടെ ഒപ്പമുണ്ട്. അവരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ അർജുൻ നിൽക്കുന്നത്. ചോദിക്കാം അവരോട്. തീർച്ചയായും സുജയ, അത് പറയുമ്പോൾ തന്നെ അവരുടെ പ്രതികരണം എടുക്കുന്നതിന് മുൻപ് തന്നെ 2007 നമ്മൾ കേരളം കണ്ട വലിയൊരു സമരമായിരുന്നു ഈ ചെങ്ങറ ഭൂസമരം എന്ന് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ് ഈ സമരം. ചെങ്ങറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അന്ന് ആ സമരം നടത്താനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് ഭൂമി അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭൂരഹിതരായ ആളുകളാണ് അത്തരത്തിലുള്ളൊരു സമരം നടത്തുന്നത്. തുടർന്ന് നിരന്തരമായ ഒരു സമരത്തിനൊടുവിലാണ് സർക്കാർ ഭൂമി അനുവദിക്കുന്നത്. ആ ഭൂമി കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ ഈ നാലാക്രയിലാണ് അനുവദിച്ചത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലങ്ങളാണ് അവർക്ക് വേണ്ടി ഈ സാധാരണക്കാരായ, അതായത് ഭൂരഹിതരായ ആളുകൾക്ക് അനുവദിച്ച ഭൂമി. ആ വീടുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ 166.42 ഏക്കർ ഭൂമിയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്ക് കാസർഗോഡ് ജില്ലയിൽ അന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ വലിയൊരു സമരത്തിനൊടുവിൽ തന്നെ 2019 ഈ 360 കുടുംബങ്ങളാണ് അവിടെ നിന്നും ഈ കാസർഗോഡ് പെരിയയിലേക്ക് താമസിക്കുവാൻ വേണ്ടി എത്തിയിരുന്നത്. അന്ന് അവർ ആവശ്യപ്പെട്ടത് ഒന്നു മാത്രമാണ്. അതിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവർക്ക് കിടക്കാൻ ഒരിടം, അതുപോലെ തന്നെ കൃഷിയോഗ്യമായ ഒരു സ്ഥലം. അത് രണ്ടുമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തുടർന്ന് സർക്കാർ അനുവദിച്ചുവെങ്കിലും ഈ കൃഷിക്ക് യോഗ്യമായ ഒരു സ്ഥലമായിരുന്നില്ല അന്ന് കണ്ടെത്തി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ ഇനി അങ്ങോട്ട് നടത്താനും തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. അർഹതപ്പെട്ടവർക്ക് കൃത്യമായ ഭൂമി അളന്നു നൽകുക, അത് 4 അതിരുകളിൽ കൃത്യമായി ബോർഡ് വെച്ച് തിരിച്ചു വേണം അത്തരത്തിലൊരു സ്ഥാപിക്കാൻ. അതുമാത്രമല്ല 2022 ചീഫ് സെക്രട്ടറിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിൽ പറയുന്നത് പ്രകാരം അർഹതപ്പെട്ടവർക്ക് അവരുടെ ഭൂമി അളന്നു നൽകുക എന്നതായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. അത് പാലിക്കുക, പിന്നെ ഇവരുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുക. ഇതൊന്നും ഈ 13 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഈ നിരന്തരമായി നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഇവർക്ക് ആകെ ലഭിച്ചത് വീട് മാത്രമാണ്. ഈ വീട് മാത്രം, അതായത് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. വലിയ ചൂടാണ്. അത് മാത്രമല്ല സമരസമിതി ഒരു സമരത്തിലേക്ക് നീങ്ങുകയാണല്ലോ അർജുൻ. അവരുടെ വാക്കുകളിലൂടെ നമുക്ക് കേട്ടറിയാം അവരനുഭവിക്കുന്ന ആ ഒരു അവഗണനയുടെ ആഴം. തീർച്ചയായും സുജയ, ഇതാണ് മണിയൻ ചേട്ടൻ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ സമരം നടത്തിയ ആളാണ് ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇവിടെ 85 വീടുകളായിരുന്നു സർക്കാർ പണിത് കൊടുത്തത്. അതിലിപ്പോൾ 25 പേര് മാത്രമാണ് താമസിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം? എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വിഷമങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ഇവിടെ ജോലി ഇല്ല. അതുകൊണ്ട് ആളുകളൊക്കെ 2 ആഴ്ച 3 ആഴ്ച ഇവിടെ താമസിച്ചിട്ട് നാട്ടിൽ പോയി പണി ചെയ്തുകൊണ്ട് വരുന്നവരുണ്ട്. പിന്നെ ഈ നാട്ടിൽ തന്നെ അടുക്കള ജോലിക്കും മറ്റുള്ള പ്രാഥമിക ജോലികൾ ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ ആളുകൾ പോയി അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. ജോലിയില്ലാത്തത് മാത്രമാണ്, അതായത് കൃഷിക്ക് അത് പറഞ്ഞു വരട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക്. ഒന്നാമത് ഞങ്ങൾക്ക് കൃഷിയോഗ്യമായ ഭൂമിയല്ല തന്നിരിക്കുന്നത്. ചെങ്കൽ പാറയാണ്. അതിനകത്ത് ഒരു 50 അടി 60 അടി താഴ്ചയിൽ പോയാലും മണ്ണെന്ന് പറയുന്ന ഒരു സാധനമില്ല. തഴുകൂട്ട് പാറയാണ്. ഈ പാറയാണ് ഞങ്ങൾ കളഞ്ഞു വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കൃഷിയോഗ്യമായ ഭൂമി, ഗവൺമെൻറ് അനുവദിച്ച ഭൂമി, ഞങ്ങൾക്ക് കൃഷിയോഗ്യമായി ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കണം. 14 വർഷം ഞങ്ങളുടെ പകുതി അത്രയും ജീവൻ ഞങ്ങളുടെ പോയിരിക്കുക. ഇനി ഞങ്ങളെല്ലാവരും പ്രായമായി, 50 വയസ്സ് മുതൽ മേലോട്ടായി. ഇനി ഞങ്ങൾ എന്ത് ജോലി ചെയ്ത് തന്നെ ഞങ്ങൾ ഇതിനകത്ത് ഈ കൃഷിഭൂമി തന്ന ജോലി ചെയ്ത് ഞങ്ങൾ ജീവിക്കാനൊക്കെ ഉണ്ടാകും. അപ്പം ഞങ്ങളെ ഇത്രയും നാൾ അവർ കബളിപ്പിക്കുകയല്ലായിരുന്നു, ഞങ്ങളെ വഞ്ചിക്കുകയല്ലായിരുന്നു. ഈ 14 വർഷത്തെ നഷ്ടപരിഹാരം ഉൾപ്പെടെ കൃഷിയോഗ്യമായ ഭൂമിയും ഞങ്ങൾക്ക് ആവശ്യമായ പാക്കേജിൽ പറഞ്ഞിട്ടുള്ള സർവ്വ കാര്യങ്ങളും നടത്തി ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. പിന്നെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഇത് കേട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ സ്വന്തം ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം വന്ന് കാണണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇല്ല, വെള്ളമില്ല.
കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ബോർവെൽ അടിച്ചിട്ടുണ്ടെങ്കിൽ 80 കുടുംബത്തിന് ഈ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് കൃഷിയോഗ്യവും വാസയോഗ്യമായ ഭൂമി വേണം. പിന്നെ ഭരണഘടനയും ചീഫ് സെക്രട്ടറിയെ കത്തും പിന്നെ രണ്ടും ധിക്കരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഭരണാധികാരികൾ ഞങ്ങളെ തല്ലി ചതയ്ക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഇവിടെ ഈ പാർപ്പുറത്തിട്ടേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥകളാണ്. ഇവരൊക്കെ നമ്മളൊക്കെ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കാനാണ്? നമ്മൾ പകുതി ജീവിതവും പകുതി പ്രായവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ അട്ടിമറികളെല്ലാം മാറ്റി തിരിച്ച് നല്ലതുപോലെ നമ്മളെ വാസയോഗ്യം കൃഷിയോഗ്യമായ ഭൂമി തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. അതല്ലാത്ത പക്ഷം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പോകുന്നില്ല. ഞങ്ങൾ ഓരോരുത്തരും ഈ 85 കുടുംബങ്ങളും ഈ കാസർഗോഡ് ജില്ലയെ കളക്ടറേറ്റിന് മുമ്പ് തന്നെ ഞങ്ങൾ ജീവനെടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. നാളെ തൊട്ട് ഞങ്ങൾ സമരത്തിനും തയ്യാറാവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 2007 ആഗസ്റ്റ് 4 തുടങ്ങിയ സമരം 18 വർഷമായിട്ടും ഇത് ഒത്തുതീർപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ഭരണാധികാരിയാണ്, എന്ത് ഭരണകൂടമാണ്? ആര് ഭരിക്കട്ടോ, ആര് നടക്കട്ടോ, ആരും ഇരിക്കട്ടെ. എന്താണ് ചങ്ങറ സമരം? പട്ടാളക്കാർ പിന്നെ അതിര് കാക്കാൻ നിൽക്കപ്പോൾ ഒരാളെ 2 പേരെ അല്ലെങ്കിൽ ഒരു അതിര് കാക്കാൻ മതി. ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലയിലെ ഭൂരഹിതർക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്. ഇലക്ഷനൊക്കെ വരെയാണ് അങ്ങനെ ഇലക്ഷനും എല്ലാം ഇവിടെയാണ്. ഇപ്പം അതുപോലെ തന്നെ നമ്മളിവിടെ 13 വർഷം കൊണ്ട് നമ്മളിവിടെ താമസിക്കുന്നു. നമുക്കുള്ള റേഷൻ കാർഡ് ഉൾപ്പെടെ ഇവിടെയാണ്. ഇനി നാട്ടിൽ ചെന്ന് നമുക്കൊന്നും ചെയ്യാനില്ല. പെൻഷനായാലും അവരുടെ വാക്കുകളിലുണ്ട് അവരനുഭവിക്കുന്ന വേദനയുടെ മൂർച്ച. ആ തീർച്ചയോടുകൂടിയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ചെങ്ങറ ഭൂസമര പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ പെരിയ വില്ലേജിൽ അനുവദിച്ച ഭൂമി 13 വർഷത്തിലേറെയായിട്ടും അളന്നു കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പെരിയ വില്ലേജിൽ 344/1 റീസർവേ നമ്പറിലുള്ള 166.42 ഏക്കർ ഭൂമിയാണ് വിവിധ ജില്ലകളിലുള്ളവർക്കായിട്ട് അനുവദിച്ചത്. 2010-ൽ 360 കുടുംബങ്ങൾ അവിടെ എത്തിയതാണ്. ഇപ്പോഴും വാസയോഗ്യമല്ലാത്ത ഒരു വീട് നോക്കി ഈ ചൂട് സമയത്ത് അവരിങ്ങനെ നിൽക്കുമ്പോൾ അധികൃതർ ഇതിലേക്ക് എത്തണം.